ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി ഈവനിങ് വ്ളോഗ് ആയിട്ടാണ്. ടൈം ഒരു 4 മണി 4:30 ടൈമാണ്. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കും. എന്നിട്ട് ഒരു 4 മണി 4:30 ആകുമ്പോൾ എണീക്കും. ഞാൻ എണീക്കുമ്പോൾ തന്നെ എൻ്റെ ഒപ്പം തന്നെ എൻ്റെ മോളും എണീക്കും. ഉറങ്ങി എണീച്ചാൽ അവൾക്ക് പാല് മസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ അവൾക്ക് പാലൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കും. എന്നിട്ടാണ് എൻ്റെ വൈകുന്നേരത്തെ പരിപാടിയിലേക്ക് ഞാൻ കിടക്കുക. രാത്രി ഞങ്ങൾ ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കുക. മോൾക്ക് ചോറ് കൊടുക്കും, ഞാനും ഹസ്ബൻഡും ചപ്പാത്തിയാണ് കഴിക്കുക. കറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉച്ചക്ക് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് ഞങ്ങളൊരു 6 മണി ആ ടൈമിലൊക്കെ ഒന്ന് പാർക്കിലേക്ക് പോകും. ഇവിടെ അടുത്ത് തന്നെയാണ് പാർക്കുള്ളത്. മുന്നൊക്കെ 5 മണി ടൈമിലായിരുന്നു പോയിരുന്നത്, എന്നിട്ടൊരു 6 മണി ആ ടൈമിൽ വരും. ഇപ്പോൾ 5:30ക്കാണ് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത്, അതുകൊണ്ട് ആ 6 മണി ആ ടൈമിലാണ് പോവുക. ചിക്കന് ഫ്രീസറിലുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന്. അപ്പോൾ ചപ്പാത്തിയും കടലക്കറിയും ചിക്കൻ പൊരിച്ചതാണ് ഇന്ന് രാത്രിക്കത്തത്. അങ്ങനെ മോളെ പാല് റെഡിയായി. കണ്ടില്ലേ എന്താ സന്തോഷം എന്ന്. ഇത് കുടിച്ചാലാണ് അവൾക്ക് ഉഷാറാവുക. ഇത് രാവിലെയും വൈകുന്നേരം അത് മസ്റ്റാണ്. അങ്ങനെ മോളെ കാര്യം സെറ്റായി. ഇനി ചപ്പാത്തി പണി തുടങ്ങാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആശീർവാദ് ആട്ടയാണ്. അത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിതിവിടെ പച്ചവെള്ളത്തിലാണ് കേട്ടോ കുഴക്കുക. മുന്നെയൊക്കെ ചൂടുവെള്ളത്തിലായിരുന്നു കുഴച്ചിരുന്നത്. പിന്നെ എൻ്റെ ഉമ്മ പറഞ്ഞ് ചൂടുവെള്ളത്തിലൊന്നും കുഴക്കണ്ട, പച്ചവെള്ളത്തിന് തന്നെ കുഴച്ചാൽ സാധാ കുഴച്ച് കിട്ടണ പോലെ തന്നെ കിട്ടുമെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ചപ്പാത്തി പരത്തുമ്പോൾ എനിക്ക് കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടില്ല കേട്ടോ. പല ഷേപ്പിലായിരിക്കും കിട്ടുക. പിന്നെ എല്ലാം നമ്മളെ വയറ്റിക്കാനല്ലേ പോവാന്ന് വിചാരിക്കും. ചപ്പാത്തി പരത്തി വെക്കണുള്ളൂ കേട്ടോ. ഹസ്ബൻഡ് ഒരു 6:30 7 മണി ടൈമിലാണ് വരിക. അപ്പോൾ പിന്നെ ചൂട് കൊടുക്കാനായിട്ട് ചുട്ടാൽ മതിയല്ലോ. അങ്ങനെ ചപ്പാത്തി പണി കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. കറി ഞാൻ ഉച്ചക്കാണല്ലോ ഉണ്ടാക്കി വെച്ചത്, അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ എനിക്ക് രാവിലെയും വൈകുന്നേരം ചായ മസ്റ്റാണ്. അതൊന്ന് കുടിച്ചാലാണ് ഒന്ന് ഉഷാറാവുക. ചിലവർക്ക് ചായ അങ്ങനെ അധികം ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ചായ കുടിച്ചിരുന്നില്ല, പക്ഷെ എൻ്റെ കൂടെ കൂടിയിട്ട് ആളും ചായ കുടി തുടങ്ങി. എനിക്കെന്തോ ഇവിടെ നിന്ന് ചായ കുടിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. രാവിലെ എനിക്ക് ഇവിടെ നിന്ന് കുടിക്കാൻ നേരം ഉണ്ടാവില്ല. ഈവനിങ് ആണ് ഞാൻ കൂടുതലും ഇവിടെ നിന്ന് കുടിക്കാറ്. ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിന്ന് കുടിക്കും. പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടാവില്ല. അവിടെ അപ്പുറത്തെ ഫ്ലാറ്റും കുറേ കാറുകളും മാത്രമല്ലോ, പക്ഷേ ഞാനിവിടെ നിന്നിട്ടാണ് കുടിക്കൽ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. കുട്ടീനൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോകാൻ റെഡിയായി. പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറയുമ്പോൾ മോൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. കണ്ടില്ലേ ഓടിക്കളിക്കണത്. 5:45 6 മണി ആയിട്ടുള്ളൂ. അപ്പത്തിനും നല്ല ഇരുട്ടായി തുടങ്ങി. മോൾക്ക് ഇവിടെയൊക്കെ പരിചയമായി തുടങ്ങി. ഇവിടെ ചെറുതായിട്ട് തണവ് തുടങ്ങിയിട്ടുണ്ട്. അതാണ് അവൾക്ക് സേഫ്റ്റിക്ക് തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തത്. വരുന്നുണ്ട്. ഈ ഫ്ലാറ്റുകളിൽ ഏറ്റവും അറ്റത്തെ ഫ്ലാറ്റാണ് കേട്ടോ ഞങ്ങളത്. അവിടെ നിന്ന് വരുമ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ. മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഇത്. എപ്പോൾ പാർക്കിലേക്ക് വരുമ്പോഴും അവൾ ഇങ്ങോട്ടാണ് ആദ്യം വരിക. ഇവിടെ ഈ കല്ലിലൊക്കെ അങ്ങനെ കുറച്ച് നേരം ഒന്ന് കളിക്കും. ഞാൻ ഈ കാണുന്ന സീറ്റിൽ ഇങ്ങനെ ഇരിക്കും.
അവിടെ നിന്ന് ഇങ്ങനെ കല്ല് പറക്കിയിട്ട് എനിക്കിങ്ങനെ കൊടുന്ന് തരും. പിന്നെ അവിടെ ഒരു കുട്ടി കളിക്കാൻ വേണ്ടി വന്നപ്പോൾ പിന്നെ അവളുടെ അടുത്തേക്ക് പോയി. പിന്നെ അവിടെ അവൾക്ക് ബോറടിക്കാൻ തുടങ്ങി. പിന്നെ വേറെ സ്ഥലത്തേക്ക് ഓടാൻ തുടങ്ങി. വർക്കൗട്ട് ഏരിയയിൽ കുറച്ച് വർക്കൗട്ട് ചെയ്യാനൊക്കെ നോക്കി. പിന്നെ അവിടെ ഡേഞ്ചറായ കാരണം ഞാൻ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയി. പിന്നെ പ്ലേ ഏരിയയിൽ പോയിട്ട് കളിക്കണം എന്നായി. മുന്നൊക്കെ എൻ്റെ കൈ പിടിച്ചിട്ടായിരുന്നു ഇങ്ങോട്ട് കയറിയിരുന്നത്. ഇപ്പം തന്നെ കയറാൻ തുടങ്ങി. മോളെ കളിയൊന്നും മുഴുവനായില്ല കേട്ടോ. അപ്പത്തിനും ഏകദേശം 7 മണി ആവാനായി. ഹസ്ബൻഡ് വരാനായ കാരണം അവിടുന്ന് വേഗം അവളെ പിടിച്ചു കൊടുന്നു. പോണ പോലെയല്ല, വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഒന്ന് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.